നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ പ്രകാരം തേടിയ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിചിത്രമായ മറുപടിയാണ് നൽകിയതെന്ന് മുസ്ലിം ലീഗ് നേതാവ് ടി.എൻ.എ. ഖാദർ. മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി.എൻ.എ. ഖാദർ നൽകിയ ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴിഞ്ഞുമാറിയത്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്കെത്തിച്ച പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന കൈക്കൂലി ആരോപണ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന വിവരാവകാശ ചോദ്യത്തിനാണ് വിചിത്രമായ മറുപടി എന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. കത്തിലെ പൂർണ്ണമായ വിവരങ്ങൾ വെച്ച് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പരാതി സമർപ്പിച്ച കൃത്യമായ കാലയളവ് പറയാതെ മറുപടി തരാനാകില്ലെന്നും ആവശ്യപ്പെട്ട വിവരം വിവരാവകാശ നിയമപരിധിയിൽ വരാത്തതിനാൽ കൃത്യമായ വിവരം നൽകാനാവില്ലെന്നുമാണ് വിവരാവകാശ രേഖയിൽ പറയുന്നതെന്ന് ടി.എൻ.എ. ഖാദർ പറഞ്ഞു. ടി.എൻ.എ. ഖാദർ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. അത് സംബന്ധിച്ച അന്വേഷണവും എങ്ങും എത്തിയില്ല. പ്രശാന്തന്റെ പരാതിയിലെ തീയതി വെച്ച് വീണ്ടും വിജിലൻസ് കോടതിയെ പരാതി ഫയൽ ചെയ്യുമെന്നും മുസ്ലിം ലീഗ് നേതാവ് ടി.എൻ.എ. ഖാദർ പറഞ്ഞു. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ചെങ്ങളായി പഞ്ചായത്തിലെ നെടുവാലൂരിലെ പെട്രോൾ പമ്പിൻ്റെ NOC അനുവദിക്കുന്നതിന് കൈക്കൂലി വാങ്ങി എന്ന പെട്രോൾ പമ്പ് ഉടമ ടി പ്രശാന്തൻ്റെ പരാതി. നവീൻ ബാബു മരിച്ച ദിവസം രാവിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടാണ് പ്രശാന്തൻ ഈ ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന ഒരു പരാതിയുടെ കോപ്പിയും വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പരാതി ഉണ്ടോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ആ പരാതിയിലെ ഒപ്പും പ്രശാന്തൻ നൽകിയ മറ്റ് രേഖകളിലെ ഒപ്പും വ്യത്യസ്തമാണ് എന്ന ആരോപണമുണ്ട്. പരാതിയിൽ പ്രശാന്തൻ എന്ന് പറയുമ്പോൾ രേഖകളിൽ പ്രശാന്ത് എന്നാണ് പേര് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനൊരു പരാതി ഉണ്ടോ എന്ന് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാനൊരു വിവരാവകാശ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ പ്രശാന്തൻ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ വീട് ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ADM നവീൻ ബാബുവിനെ കൈക്കൂലി കൊടുത്തു എന്ന നിലയിൽ ഈ പ്രശാന്തൻ എന്തെങ്കിലും പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു ഞാൻ ഉന്നയിച്ച ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് നൽകിയ മറുപടി, ഞാൻ നൽകിയ വിവരാവകാശ ചോദ്യത്തിൽ ഏത് കാലയളവിൽ എന്ന് പറയുന്നില്ല എന്നാണ്. കേരളത്തിൽ ഇത്രമാത്രം പ്രമാദമായ ഒരു വിഷയം, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട് മാസങ്ങളോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, ഏതാണ്ട് ഈ ദിവസം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അത്രമാത്രം പ്രചാരമുള്ള ഒരു വിഷയം, പ്രമാദമായ ഒരു വിഷയം, വിവാദമായ ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ പരാതിയെക്കുറിച്ച് അറിയാത്ത നിലയിൽ, അങ്ങനെ ഒരു സംഭവം പോലും കേരളത്തിൽ നടന്നു എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചത്. കാലയളവ് പറയാത്തത് കൊണ്ട് അങ്ങനെ ഒരു പരാതി ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എനിക്ക് മറുപടി ലഭിച്ചിട്ടുള്ളത്. ഇത് ഒരു ഉരുണ്ടുകളിയാണ്. യഥാർത്ഥത്തിൽ ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉരുണ്ടുകളിയാണ്. ഈ വിഷയത്തിൽ ഈ കത്തുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇനി ഇല്ലെങ്കിൽ അതെങ്ങനെ വ്യാജമായി പ്രചരിച്ചു, ആര് തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആത്മഹത്യാ കേസ്, അതിലെ പ്രതി PP ദിവ്യയിൽ ഒതുങ്ങില്ല. അതിനപ്പുറത്തേക്ക് ഇത് പോകേണ്ടതുണ്ട്. PP ദിവ്യയെയും കടന്ന് കുറെ ആളുകളിലേക്ക് ഈ കേസ് എത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചോദ്യം വിവരാവകാശ രേഖാപ്രകാരം ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഏത് കാലയളവിൽ എന്ന് കൃത്യമായി പറയാത്തത് കൊണ്ട് മറുപടി തരാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഈ പ്രശാന്തന്റെ പരാതി, പ്രചരിക്കപ്പെട്ട പരാതിയിൽ പറയുന്നത് 10/10/2024 ഈ പരാതി കൊടുത്തത് എന്നാണ് അതിനകത്ത് പറയുന്നത്. ആ തീയതി വെച്ചുകൊണ്ട് 10/10/2024 അതിനടുത്ത ദിവസങ്ങളിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ
ഈ രീതിയിലുള്ള പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു വിവരാവകാശ ചോദ്യം കൂടി ഞാൻ ഇന്ന് അയച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്.